ഹേ ഗൈസ്, ഞാൻ റാസി. നമ്മുടെ കാറിൻ്റെ മെയിൻ പ്രോബ്ലമാണ് AC. അതായത് AC എല്ലാ സമയത്തും വർക്കാവുന്നില്ല പ്രോപ്പറായിട്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ആക്യുറേറ്റ് അല്ല. ഒരു 100-120 സ്പീഡിലൊക്കെ പോയിട്ട് ചവിട്ടി കഴിഞ്ഞാൽ കുറച്ച് ലാഗായിട്ടേ വണ്ടി നിൽക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയേറ്ററിലേക്കുള്ള കൂളൻ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പിസ്റ്റണിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു ഗ്യാരേജിൽ കാണിച്ച സമയത്ത് ഇത് റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് നല്ല പൈസയുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇത് ചില ആളുകൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്നും റീപ്ലേസ് ചെയ്യില്ല, ഒരുപാട് വർഷങ്ങളോളം അതിട്ട് ഓടിക്കും. അങ്ങനെയാണ് ഇതൊക്കെ വരിക. കാരണം ഇപ്പോൾ യൂസ്ഡ് കാർ മേടിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ എത്രയൊക്കെ നോക്കിയാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മേടിച്ച വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൂസ്റ്ററാട്ടോ. ഓക്കെ, ബൂസ്റ്റർ നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഇതെല്ലാം ഒരു 8,000 രൂപ 9,000 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ബൂസ്റ്റർ, മാസ്റ്റർ സിലിണ്ടർ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടണം. അതായത് നമ്മൾ മാറുന്ന പാർട്സിൽ ഏത് പാർട്സാണ് കറക്റ്റ് കംപ്ലയിൻറ്റ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു പാർട്ട് മാത്രം നോക്കിയാണ് മാറ്റുന്നത്. ഓക്കെ, ഞാൻ ആദ്യമേ പറയാം, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കമ്പനിയിലെ പ്രോപ്പറായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ, ബൂസ്റ്റർ, അതുപോലെ കാലിപ്പർ, വീൽ സിലിണ്ടർ, ബ്രേക്ക് ഷൂ, ബ്രേക്ക് പാഡ്, ഇങ്ങനെ A to Z പാർട്സ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പുതിയ വണ്ടിയുടെ ബ്രേക്ക് പോലെയായി. പക്ഷേ നമുക്കവിടെ മനസ്സിലാവുന്നില്ല നമ്മുടെ വണ്ടിക്ക് എന്തായിരുന്നു കുഴപ്പമെന്നുള്ളത്. ഓക്കെ, പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ഫുൾ പ്രോസസ്സിന് അത്രയും കോസ്റ്റും കൂടെ നമ്മൾ കൊടുക്കേണ്ട വരും കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രോബ്ലം ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ മാസ്റ്റർ സിലിണ്ടർ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇത് സെയിം ടു സെയിം ആണ്. നമ്മൾ ഈ ജെനുവിൻ പാർട്സ് എടുക്കുന്നത് തന്നെ ഇതുകൊണ്ടാട്ടോ. കാരണം നമുക്ക് വലിയ തലവേദന ഒന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് അത് ഫിറ്റ് ചെയ്യാം. പിന്നെ ലൈഫും, അതായത് നമുക്ക് അടുത്ത കാലത്തൊന്നും ആ ഒരു ഓണർ സെയിം പ്രോബ്ലം ആയിട്ട് നമ്മുടെ ഗ്യാരേജിലേക്ക് വരില്ല എന്നുള്ളതും മറ്റൊരു സമാധാനമാണ്. അപ്പോൾ നമ്മൾ ഈ കാറ് ഓടിച്ചു നോക്കുന്നുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ബ്രെയിനിലാട്ടോ സ്റ്റോർ ആവുക. അതായത് നമ്മൾ ഇതൊക്കെ സെക്കൻഡ്സിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്. അതായത് ഈ വണ്ടി നമ്മൾ കുറേ നേരം നമ്മൾ ഓടിച്ചൊക്കെ നോക്കിയാലേ നമുക്കത് കറക്റ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ കുറച്ച് ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ആക്യുറേറ്റ് ആയില്ല കേട്ടോ, കറക്റ്റ് അല്ല. കാരണം ഇതിൻ്റെ ഓണറുടെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ ആളെ വിളിച്ച് വരുത്തിയാലും വീണ്ടും ആൾ ഓടിച്ച് നോക്കി ചെക്ക് ചെയ്ത് ആൾ റിട്ടേൺ പോകേണ്ടി വരും. അപ്പം ഞാൻ ഇന്നത്തെ വർക്ക് ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബ്രേക്കൊക്കെ ഒന്ന് ബീഡ് ചെയ്തു, വീണ്ടും ഓടിച്ച് നോക്കി. നമ്മൾ റിട്ടേൺ വന്നു, ഏതെങ്കിലും വീല് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ എന്നിട്ടൊന്നും ഇത് റെഡി ആവുന്നില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഒരുപാട് എഫേർട്ട് കൊടുത്തൊരു വണ്ടിയാണ്. ഓക്കെ, ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും എഫേർട്ട് ഒരു വണ്ടിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇത് ആദ്യമേ ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ കറക്റ്റായിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ രണ്ടും ഒരുമിച്ച് മാറുമ്പം ജസ്റ്റ് എനിക്ക് അറിയണം. കാരണം നമ്മൾ ബൂസ്റ്റർ മാറിക്കഴിഞ്ഞപ്പോൾ ആ ഒരു എയർ ലീക്ക് അവിടെ സ്റ്റോപ്പായി. പക്ഷെ നമ്മൾ ഓടിച്ചിട്ട് ചവിട്ടുന്ന സമയത്ത് ചെറിയൊരു മൈന്യൂട്ട് ലാഗ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവർക്കൊക്കെ ഓൾറെഡി ക്ഷമ നശിച്ചിട്ടുണ്ട്. ഒരുപാട് സമയമായി നമ്മൾ വർക്ക് തുടങ്ങിയിട്ട്. തൊട്ടപ്പുറത്തൊരു ഫോർച്യൂണർ കിടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഫോർച്യൂണറിൽ വരുന്നത് വേറെ ഒരു ടൈപ്പ് ബൂസ്റ്ററും മാസ്റ്റർ സിലിണ്ടറും കേട്ടോ. അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഷോക്കാവും. ഏകദേശം ഒരു 42,000 റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട് ആ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഫോർച്യൂണറിൻ്റെ ബൂസ്റ്ററിനൊക്കെ. ആ ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്ര സൈസൊന്നുമില്ല, ചെറുതാണ്. പക്ഷേ ഈ വണ്ടിയേക്കാളും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും അതിൻ്റെ ബ്രേക്കിംഗ് കേട്ടോ. ഓക്കെ, പൈസ കൂടുമ്പോൾ ആക്യുറസി കൂടുമല്ലോ. ഓക്കെ ഗൈസ്, നോ പ്രോബ്ലം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വണ്ടി ഇപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ പുതിയ വണ്ടി പോലെ ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. കാരണം നല്ല എഫേർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളി നമ്മൾ ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ലൈന് കാര്യങ്ങൾ കാലിപ്പറിലൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയം എടുത്തത്. കാരണം നിങ്ങളവിടെ റെസ്റ്റ് ഓൾറെഡി കണ്ടു ആ പിസ്റ്റണിലൊക്കെ. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി അത് നൈസായിട്ട് പേപ്പറൊക്കെ ചെയ്തെടുത്തതാണ്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിൻ്റെ AC-യുടെ കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്യണം, അതെന്താ കുഴപ്പമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്കൊരു ലോങ് ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുറച്ച് ദൂരെ ഓടിച്ച് നോക്കുന്നുണ്ട്, കാരണം നമ്മളിതിൻ്റെ കൂളൻ്റ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ദൂരെ ഓടിച്ച് നോക്കിക്കഴിഞ്ഞാലേ ഉള്ളൂ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ആ ഓടിച്ച റൂട്ടിൽ തന്നെ വീണ്ടും വീണ്ടും ഓടിക്കുന്നത്. ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഈ റൂട്ടിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം അതുപോലെയായിരുന്നു ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, എനിവേ ഇപ്പോൾ ഹാപ്പിയാണ്, കാർ ഓക്കെയാണ്, നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ കിട്ടിയിരുന്നു, നോ പ്രോബ്ലം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം AC-യുടെ ഒരു പ്രശ്നം നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. AC-യുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊന്നും വർക്കാവില്ല ഇത്. നമ്മളിപ്പോൾ ചിലപ്പം ലോങ് ഡ്രൈവ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് AC അങ്ങോട്ട് ഓഫ് ആവും. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും, കാരണം അത് കോമൺ ആട്ടോ, കാരണം നമുക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല ഒരുപാടായി കഴിഞ്ഞാൽ. എനിവേസ് നമുക്കത് ഫൈൻഡ് ചെയ്യണം എന്താണെന്നുള്ളത്. ഇവിടെ നമുക്ക് കംപ്രസർ ഇപ്പോൾ ഓൺ ആവുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. ഇത് നോർമലാണ്, അതായത് നോർമലായിട്ടാണ് ഈ ക്ലച്ച് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിന് കുഴപ്പമില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമുക്കത് എന്തായാലും ഫൈൻഡ് ചെയ്യണം. നല്ലൊരു സമയം നമ്മൾ ഈ വണ്ടിയുടെ മേലെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വണ്ടി നമ്മൾ പുറത്തേക്ക് ഡ്രൈവിന് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ പുറത്ത് നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കണം അതെന്താ കുഴപ്പമെന്നുള്ളത്. അതായത് എന്ത് കംപ്ലൈൻറ്റ് ആവാനും ചാൻസ് ഉണ്ട്, കാരണം ഇത് ഓൾറെഡി കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് AC. അതിൻ്റെ കമ്പ്യൂട്ടറിന് കംപ്ലൈൻറ്റ് വരാം, റിലേ വരാം, ക്ലച്ച് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ആ ഓടി നമ്മുടെ ഗാരേജിൻ്റെ പുറത്ത് ഒരു പോക്കറ്റ് റോഡിലാണുള്ളത്. അവിടെ ഞാൻ നോക്കുമ്പോൾ ഇപ്പം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കാം, ഇപ്പോൾ അവിടെ ആ ഒരു ലൈറ്റ് ഓണാണ്, പക്ഷേ ക്ലച്ച് ഓഫാണ് കേട്ടോ. അതായത് AC ഇപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് കറക്റ്റ് നമുക്ക് മനസ്സിലായി. അതായത് നമ്മുടെ ഞങ്ങൾ ആ റോഡിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഓടിച്ച് വന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് കംപ്ലൈൻറ്റ് കറക്റ്റ് കിട്ടിയത്. അതായത് കംപ്രസറിലേക്ക് പവർ വരുന്നുണ്ട്, പക്ഷേ കംപ്രസർ ഓൺ ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഒരു തീരുമാനമായി, നമുക്കിതിൻ്റെ ക്ലച്ച് മാറ്റാം, മാഗ്നറ്റിക് ഓയിൽ മാറ്റാം ഇതിൻ്റെ അകത്തുള്ള കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇനി തിരിച്ച് ഗ്യാരേജിലേക്ക് പോവാം. ഗ്യാരേജിലേക്ക് പോയിട്ട് നമുക്ക് ഇത് കംപ്രസർ അയച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം കംപ്രസർ അയച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ ലൈനുകളൊക്കെ കറക്റ്റായിട്ട് ക്ലോത്തൊക്കെ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ചെറിയൊരു പൊടിയോ തരിയോ ഈ ലൈനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടിയെല്ലാം തീർന്ന്. അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പം നമ്മളിതാ ഇപ്പോൾ ക്ലച്ച് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക. സാധാരണ ക്ലച്ച് ഈസി ആയിട്ട് അഴിഞ്ഞ് വരാറുണ്ട്, പക്ഷേ ഇതിൻ്റെ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അയച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സ്നാപ്പ് റിങ്ങും കൂടെ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഫുള്ളി ആ ഒരു അസംബ്ലി നമുക്ക് അയച്ച് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ കോയിൽ. ഓക്കെ, മാഗ്നറ്റിക് കോയിലാണ്. അപ്പം ഈ മാഗ്നറ്റിക് കോയിലാണ് നമുക്ക് കംപ്ലൈൻ്റ് ഉള്ളത് കേട്ടോ. അപ്പം ഇത് നമ്മൾ അസംബ്ലി ആയിട്ട് മേടിക്കാൻ നമ്മൾ ഡെൻസോടെ മേടിക്കുകയാണെങ്കിൽ ഫുൾ അസംബ്ലി ആയിട്ട് അത്യാവശ്യം കോസ്റ്റ് വരും. അപ്പോൾ നമ്മൾ കംപ്രസറൊക്കെ നമ്മൾ യൂസ്ഡ് കാറുകളാകുമ്പോൾ നമ്മൾ ചിലപ്പം ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ കംപ്രസറൊക്കെ മാറ്റേണ്ടി വരും. അപ്പം ഒരുപാട് പൈസ മുടക്കിയിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് മേടിച്ചിടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കോയിൽ മാറിയാൽ തന്നെ നമുക്ക് കുറേ കാലം വണ്ടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരില്ല. ഇത് നല്ല ബ്രാൻഡാണ്, കുഴപ്പമില്ലാത്തതാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആ കോയിൽ മാത്രമായിട്ട് മാറാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ക്ലച്ച് കറക്റ്റ് എൻഗേജ് ആവുന്നത് കാണാൻ പറ്റും കേട്ടോ. അതായത് ക്ലച്ച് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ കാണാം. ഞാൻ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, അത് നമ്മുടെ പുള്ളിയിലേക്ക് അടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫിക്സ് ചെയ്യുന്ന പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിതാ ഈ ഓറിങ്ങിലേക്കൊക്കെ കുറച്ച് ഓയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് പ്രത്യേകം നമ്മൾ കെയർ ചെയ്യുക, കാരണം നമ്മൾ ഈ ഓറിങ്ങിലേക്ക് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ലീക്ക് വന്ന് രണ്ടാമത് അഴിക്കേണ്ടി വരില്ല കേട്ടോ. ഒറ്റ ഫിക്സിങ്ങിൽ തന്നെ പരിപാടി കഴിയും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് അവിടെ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ക്യാബിൻ ഫിൽറ്റർ നമ്മൾ പുതിയത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ക്യാബിൻ ഫിൽറ്റർ നമ്മൾ പുതിയത് ഫിറ്റാക്കി. പിന്നെ ഓൾറെഡി നമ്മളിതിൻ്റെ ഇവാപ്പറേറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്തി ആയി പോവും. പിന്നെ അതായത് ഇതിൻ്റെ കൂളൻ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൾറെഡി പിങ്ക് കളർ കൂളൻ്റ് ഉള്ളത് കേട്ടോ. ഓക്കെ, പിങ്ക് കളർ കൂളൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷം മുമ്പ് ഒഴിച്ച കൂളൻ്റാണ്. പക്ഷേ ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആയിരുന്നു. പക്ഷേ നമ്മളത് മാറ്റിയിട്ട് ജെനുവിനിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് കൂളൻ്റ്. കാരണം ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് സമയം കിടക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ. നമ്മൾ ഈ കൂളൻ്റ് റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്ലഷ് ചെയ്യണം. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ഫ്ലഷ് ചെയ്യുന്നത് കേട്ടോ. അതായത് നോർമൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് തീരെ ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ ഫ്ലഷ് ചെയ്യുന്നത്.
ഫുള്ള് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ കൂളൻ്റെ കാര്യത്തിൽ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എൻജിൻ ലൈഫ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഓയിൽ മാത്രം സമയത്ത് മാറിയോണ്ട് ഒരു കാര്യമില്ല. കൂളൻ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് റെസ്റ്റ് വന്ന് റേഡിയേറ്ററും ലീക്കായി കംപ്ലീറ്റ് ഹെഡ് ഗ്യാസ്കറ്റും പോയി മൊത്തം പണി വരും. അപ്പോൾ നമ്മൾ ആ കൂളൻ്റ് ഉപയോഗിക്കുന്നുണ്ട്, ജെനുവിൻ ആയിട്ടുള്ള കൂളൻ്റാണ്. നമ്മൾ ഏകദേശം ഒരു 9-10 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പം 1 ലിറ്ററിൻ്റെ അടുത്ത് വരിക, ഏകദേശം 400 രൂപയുടെ അടുത്ത് ഒന്നിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണെന്നാണ് ടൊയോട്ട പറയുന്നത്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവിടെ കിടന്നോളും സാധനം. ഓക്കെ, അപ്പം ലൈഫ് ലോങ് ആയതുകൊണ്ട് തന്നെ ഇത് നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, അത് മാത്രമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ടെസ്റ്റ് ഡ്രൈവ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്കാനർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കാനർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ കോഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിതിൻ്റെ കൂളൻ്റ് എല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഓയിൽ എല്ലാം മൊത്തം ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കക്കാടംപൊയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്താന്ന് പറയാൻ പറ്റില്ല, ഒരു 70 കിലോമീറ്റർ കാണും. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ച് ദൂരം ഓടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ബ്രേക്ക് ഓയിലൊക്കെ നല്ല ക്ലീൻ ആട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂളൻ്റ് ഓക്കെയാണ്. പിന്നെ നമ്മളെ എൻജിൻ ഓയിൽ ഓക്കെയാണ്. നമ്മൾ ഫിൽറ്ററൊക്കെ നമ്മൾ ഗ്യാരേജിൽ നിന്ന് ഈ പ്രാവശ്യം മാറിയതാട്ടോ. ഓയിലും ഫിൽറ്ററും എല്ലാം നമ്മൾ മാറിയതാണ്. ഈ കാണാം അവിടെ ജെനുവിനായിട്ടുള്ള ടൊയോട്ടയുടെ സാധനമാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ പോലെയാണ് നമ്മുടെ ഗ്യാരേജിൽ. വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ റിട്ടേൺ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്കിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാം. കാരണം ഇറക്കമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ആക്യുറസി കിട്ടും. 100% പെർഫെക്റ്റ് ആണ് ഈ ഒരു ബ്രേക്ക്. അതായത് ഇതിൻ്റെ ഓണർക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് ജസ്റ്റ് നമ്മൾ തൊട്ട് കൊടുത്താൽ മാത്രം മതി, ബ്രേക്ക് കറക്റ്റാണ്. അതുപോലെ AC ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ മരകൾക്കൊക്കെ അപ്പുറത്താണ് നമ്മുടെ ഗ്യാരേജ്. നമുക്കിനി അങ്ങോട്ട് പോകണം. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ പാടെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.